ഹലോ, വെൽക്കം ടു ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് 3 ഓഗസ്റ്റ്. നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ്? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിക്കിൾസ് വരുന്നത് ഡെത്ത് റെയിൻസ് ഓൺ വയനാട്, ഒന്നാമത്തെ ഒരു ആർട്ടിക്കിൾ. ഇത് ഓപ്പൺ പേജിലുള്ള ഉള്ളിലുണ്ടായിരുന്ന ഒരു ആർട്ടിക്കിൾ. ഇതൊരു എലാബറേറ്റീവ് ആയിട്ട് വയനാടിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറി എന്തൊക്കെയാണ് അവിടെ നിന്ന് ആ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ GS3 പോയിന്റ് ഓഫ് വ്യൂവിൽ പിന്നെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ 3 ഘട്ടങ്ങളായിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ വയനാട് സ്റ്റോറിയെയും കുറിച്ചുള്ള അലേർട്ട് സിസ്റ്റം ഓഫ് IMD നമുക്ക് പഠിക്കാവുന്നത്. GS3 ഡിസാസ്റ്റർ മാനേജ്മെന്റ് വരുന്നത്. പിന്നെ ഉള്ളത് വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പെർട്ട് പാനൽ, അതും GS3 വരുന്നതാണ്. പിന്നെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽസ് ഇന്റർവെൻഷൻ, അത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിലും GS3 വരുന്നതാണ്. പിന്നെ സുപ്രീം കോർട്ട് അപ്ഹോൾഡ്സ് വാലിഡിറ്റി ഓഫ് തമിഴ്നാട് കോട്ടാ ലോ, GS2 പിന്നെ ഉള്ളത് ഒരു പ്രിലിംസ് ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ആദ്യത്തെ ആർട്ടിക്കിളിലേക്ക് നമുക്ക് പോകാം. ഡെത്ത് റെയിൻസ് ഓൺ വയനാട്. ഇത് ഓപ്പൺ പേജിനകത്തെ ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. നമ്മൾ പറഞ്ഞു GS3 ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പരാമർശിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പൊ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? കേരള ചീഫ് മിനിസ്റ്റർ ഈവൻ വെൻ കോളിംഗ് ഫോർ ജോയിന്റ് മെഷേഴ്സ് ടു പാരി നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് caused by climate change and extreme weather conditions, refuted Shah's claims. ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടെയാണ്, പക്ഷെ നമ്മൾ അതിന്റെ പൊളിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ അല്ല. അദ്ദേഹം പറഞ്ഞ എന്താണ്? IMD ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പിന്നെ അതുപോലെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഒരു റെഡ് അലേർട്ട് അല്ലെങ്കിൽ ഒരു അലേർട്ട് സിസ്റ്റം നേരത്തെ അവർക്ക് അലേർട്ട് കിട്ടിയിട്ടില്ല എന്നാണ് നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് പറയുന്നത്. ഇവരാരും ഒരു റെഡ് അലേർട്ട് വയനാടിന് പ്രഖ്യാപിച്ചിരുന്നില്ല. അപ്പൊ നമ്മൾ IMD എന്താണെന്ന് നമ്മൾ നോക്കും. പിന്നെ അതുപോലെ എന്തൊക്കെയാണ് ഈ അലേർട്ട് സിസ്റ്റം, അതിന്റെ മീനിങ്ങും കാര്യങ്ങളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് നോക്കാം. കോണ്ടെക്സ്റ്റ് എന്താണ്? അലേർട്ട്സ് ഫ്രം IMD, ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. എന്താണ് ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്? അതെ, IMD എന്ന് പറയുന്നത് ഒരു നാഷണൽ മെറ്റീരിയോളജിക്കൽ സർവീസ് നമ്മുടെ രാജ്യത്തിന്റെ. IMD വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1875. 1875 നമ്മുടെ IMD സ്ഥാപിതമായി. അപ്പൊ എന്താ, ബ്രിട്ടീഷുകാരൊക്കെ ഉള്ള ആ കാലത്ത് തന്നെ നമുക്കിവിടെ എന്തുണ്ടായിരുന്നു? IMD ഉണ്ടായിരുന്നു, ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ദ പ്രിൻസിപ്പൽ ഗവൺമെന്റ് ഏജൻസി ഇൻ ഓൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു മെട്രോളജി ആൻഡ് അലൈഡ് സബ്ജക്ട്സ്. ഇറ്റ്സ് വർക്ക്. ഇതൊരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നടക്കാം. ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്, ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്? MOS അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസിന്റെ കീഴിലാണ് IMD വർക്ക് ചെയ്യുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയാണ്. IMD is also one of the 6 regional specialized meteorological centers of the World Meteorological Organization. ഇത് ഞാൻ IMDയുടെ സൈറ്റിൽ നിന്ന് തന്നെ എടുത്താണ്. ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതിന്റെ സൈറ്റിന്റെ പേര് മൗസം എന്നൊക്കെയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ IMDയുടെ സൈറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അതിനകത്ത് ഈ നൗകാസ്റ്റ്, നമ്മുടെ ഇപ്പോഴത്തെ വെതർ അപ്ഡേറ്റ്സ്, കാര്യങ്ങൾ, അലേർട്ട് എല്ലാം കൃത്യമായിട്ട് ഓരോ ഡിസ്ട്രിക്ട് വൈസ് അതിനകത്ത് സ്പെസിഫൈ ചെയ്ത് അവർ കൊടുക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിനകത്ത് ഗ്രീൻ കളർ, അത് ഗ്രീൻ അലേർട്ട് ആണ്, നോ വാണിംഗ് ആണ്, ഗ്രീൻ ആയിട്ട് കാണിച്ചിരിക്കുന്നു. പിന്നെ അതുപോലെ ഇവിടെ ഒരു യെല്ലോ അലേർട്ട് ഉള്ള ജില്ലകൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ഓറഞ്ച് അലേർട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, റെഡ് അലേർട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ IMD പറയുമ്പോൾ തന്നെ ഇപ്പൊ IMDക്ക് 1875 ഫോം ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഏകദേശം നമ്മുടെ 150ാമത്തെ വാർഷികമായിട്ടുണ്ട്. അപ്പൊ അതിന്റെ സെലിബ്രേഷൻസ് ഒക്കെ ഓൺ ഗോയിങ്ങും കൂടെയാണ്. സോ അതും കൂടെ മനസ്സിൽ വെക്കുക. സോ IMD ഒരു ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. അപ്പൊ ഇതിന്റെ കളർ കോഡഡ് വെതർ വാർണിംഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ IMD whose objective is to alert people ahead of severe or hazardous weather which has the potential to cause damage, widespread disruption or danger to life. ഇപ്പൊ ഈ വാർണിംഗ്സ് എന്ന് പറയുന്നത് ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കറിയാം ഓരോ ദിവസം ജില്ലയിൽ കളക്ടർമാര് ഔദ്യോഗികമായിട്ടുള്ള ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലോ എന്തിടും? കൃത്യമായിട്ട് ഈ അലേർട്ടുകൾ IMDയുടെ പല കളർ കോഡിങ്സിലായിട്ട് അതാത് ജില്ലകളുടെ സ്പെസിഫൈ ചെയ്ത് ഇടാറുണ്ട്. അപ്പൊ IMD അത് പബ്ലിഷ് ഡേ ടു ഡേ ബേസിൽ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് ഇന്നത്തെ കാലാവസ്ഥയുടെ കണ്ടീഷൻ, അത് ഗ്രീൻ ആണോ, യെല്ലോ ആണോ, ഓറഞ്ച് ആണോ, റെഡ് ആണോ.
ഇപ്പം ഗ്രീൻ ആണെങ്കിൽ എന്താ, ഓൾ ഈസ് വെൽ, എല്ലാം ഓക്കെ ആണ്, നോ അഡ്വൈസറി ഈസ് ഇഷ്യൂഡ്, ഒരു അഡ്വൈസും അവിടെ കൊടുത്തിട്ടില്ല IMD. യെല്ലോ ആണെങ്കിലോ, ബി അവെയർ, യെല്ലോ ഇൻഡിക്കേറ്റ്സ് സിവിയർലി ബാഡ് വെതർ സ്പാനിങ് അക്രോസ് സെവറൽ ഡേയ്സ്, കുറച്ച് ദിവസത്തേന് മോശം കാലാവസ്ഥയായിരിക്കും. അത് മാത്രമാണോ സജസ്റ്റ് ചെയ്യുന്നത്? അല്ല, വെതർ കുഡ് ചേഞ്ച് ഫോർ ദ വേഴ്സ്, മോശമാകാൻ ചാൻസ് ഉണ്ട്, കോസിങ് ഡിസ്റപ്ഷൻ ഇൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിലൊക്കെ കുറച്ച് ഡിസപ്ഷൻസ് ഒക്കെ ഉണ്ടായെന്ന് ഇരിക്കും. അതാണ് യെല്ലോ അലേർട്ട് കൊണ്ട് IMD ഉദ്ദേശിക്കും. ഓക്കെ, ഇനി ഓറഞ്ച് അലേർട്ട്, ബി പ്രിപ്പയർഡ്. ഓൾ ഈസ് വെൽ ആയിരുന്നു ഗ്രീൻ അലേർട്ട്, യെല്ലോ എന്തായിരുന്നു, അവെയർ, ഒന്ന് ശ്രദ്ധിക്കണം എന്നായിരുന്നു. ഇനി ബി പ്രിപ്പയർഡ് ആണ് ഓറഞ്ച്. ബി അവെയറും പ്രിപ്പയർഡും തമ്മിലുള്ള വ്യത്യാസമാണ്. അവെയർ എന്ന് പറഞ്ഞാൽ ഒന്ന് വെതർ അപ്ഡേറ്റ്സ് ഒക്കെ ഇടയ്ക്ക് നോക്കിക്കോണം, കാലാവസ്ഥ മാറാൻ ചാൻസ് ഉണ്ട്, അടുത്ത ദിവസം വേണമെങ്കിൽ ഓറഞ്ച് ആവാം അലേർട്ട്, അങ്ങനെയൊക്കെയാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഇരുന്നോണം എന്നാൽ. പക്ഷെ ഓറഞ്ച് ആയപ്പോ എന്തായി, ബി പ്രിപ്പയർഡ്. നമ്മൾ എന്തായിരിക്കണം, പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. നമുക്ക് ഇപ്പൊ എമർജൻസി ആയിട്ടുള്ള കിറ്റുകൾ, എമർജൻസി കിറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതിനെ പറ്റി നമുക്കറിയാലോ. ഒരു ലാൻഡ് സ്ലൈഡിന്റെ ടൈമിലോ ഫ്ലഡിന്റെ ടൈമിലോ നമുക്ക് എമർജൻസി ആയിട്ട് വേണ്ട മെഡിസിൻസ്, ടോർച്ച്, ഇതൊക്കെ വെച്ചിട്ട് ഒരു എമർജൻസി കിറ്റ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്ന് നമ്മൾ പറയില്ല, അങ്ങനെയുള്ള ഡിസാസ്റ്ററിനെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി. സോ ഓറഞ്ച് ആകുമ്പോൾ എന്താണ്, നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം, നമ്മൾ എന്താ ജാഗ്രത ഉണ്ടായിരിക്കണം, ജാഗ്രതാ നിർദ്ദേശമൊക്കെ പുറപ്പെടുവിക്കും. ദ ഓറഞ്ച് അലർട്ട് ഈസ് ഇഷ്യൂഡ് ആസ് എ വാർണിംഗ് ഓഫ് ദ എക്സ്ട്രീംലി ബാഡ് വെതർ. അതിന്റെ ഒരു വാർണിംഗ് ആണ് അവിടെ തന്നെ. ഓക്കെ, വിത്ത് ദ പൊട്ടൻഷ്യൽ, ഈ സമയത്ത് എന്തൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാ, വിത്ത് ദ പൊട്ടൻഷ്യൽ ഓഫ് ഡിസ്റപ്ഷൻ ഇൻ കമ്മ്യൂട്ട് വിത്ത് റോഡ് ആൻഡ് റെയിൽ ക്ലോഷേഴ്സ്. അപ്പോഴാണ് എന്ത്, നമ്മുടെ മലമ്പ്രദേശങ്ങളിലേക്കുള്ള റോഡുകളിലെ യാത്ര നിരോധിച്ചിരിക്കുന്നു. കാരണം എന്നാ, മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. സോ അങ്ങനെയുള്ള യാത്രയൊക്കെ എന്തായിരിക്കണം, ഒഴിവാക്കണമെന്നൊക്കെ കളക്ടർ നിർദ്ദേശം കൊടുക്കും. പിന്നെ അതുപോലെ ആൻഡ് ഇന്ററപ്ഷൻ ഓഫ് പവർ സപ്ലൈ, കറണ്ട് പോകാനും ചാൻസസ് ഉണ്ട്. KSEBിയുടെ മെസ്സേജ് ഒക്കെ നമ്മുടെ ആ സമയത്ത് എന്ത് വരും, ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ സമയത്ത് ഫോണിൽ വരാൻ ചാൻസസ് ഉണ്ട്, കാരണം കറണ്ട് പോകാൻ ചാൻസസ്. നമ്മൾ അതുകൊണ്ട് എന്തായിരിക്കണം, പ്രിപ്പയർ ആയിട്ടിരിക്കണം. ഒരു മെഴുകുതിരിയൊക്കെ കത്തിക്കാൻ മെഴുകുതിരി വാങ്ങി വെക്കണം. ഇപ്പൊ പോകാൻ പറ്റത്തില്ലായിരിക്കും നമുക്ക്, മല ഏരിയയിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ലായിരിക്കും. അപ്പൊ യാത്രയൊക്കെ എന്തായിരിക്കും, നമ്മൾ കുറച്ച് ഇപ്പൊ നമ്മൾ ഒരു ടൂറൊക്കെ പോകാൻ പ്ലാൻ ചെയ്തേക്കുക, അതൊക്കെ ഓറഞ്ച് അലർട്ട് ഉള്ളപ്പം പാടില്ല. കാരണം എന്നാ, റോഡും റെയിലും റെയിൽപാതയൊക്കെ എന്നാണ് അടയ്ക്കാൻ ചാൻസസ് ഉണ്ട്. റെഡ് ആകുമ്പോഴും ടേക്ക് ആക്ഷൻ. പിന്നെ പ്രിപ്പയർഡ്നെസ്സോ അവയർനെസ്സോ കാര്യങ്ങളോ ഒന്നും അല്ല. റെഡ് ആകുമ്പോൾ ടേക്ക് ആക്ഷൻ. വെൻ ദ എക്സ്ട്രീംലി ബാഡ് വെതർ കണ്ടീഷൻസ് ആർ സർട്ടൻലി ഗോയിങ് ടു ഡിസ്റപ്റ്റ് ആൻഡ് ട്രാവൽ ആൻഡ് പവർ and have significant risk to life, the red alert is issued. അതായത് എക്സ്ട്രീംലി ബാഡ് ആയിട്ടുള്ള വെതർ ആയിരിക്കും, ആൻഡ് ആർ സർട്ടൻലി ഗോയിങ് ടു ഡിസ്റപ്റ്റ് ട്രാവൽ ആൻഡ് പവർ. ഉറപ്പായിട്ടും എന്തുണ്ടാകാൻ ചാൻസ് ഉണ്ട്, ട്രാവലിനെ അത് എഫക്ട് ചെയ്യും, ഡിസ്റപ്റ്റ് ചെയ്യും, കറണ്ടിനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഹാവ് സിഗ്നിഫിക്കന്റ് റിസ്ക് ടു ലൈഫ്, ജീവനും റിസ്ക് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ആക്ഷൻ എടുക്കണം. ഇപ്പൊ കുന്നുംപുറത്തൊക്കെയാ താമസിക്കുകയെങ്കിൽ നമ്മൾ എന്തെടുക്കണം, നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകണം, അല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കേണ്ടതുണ്ട്. മണ്ണിടിച്ചിലിന് എക്സ്ട്രീം ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആക്ഷൻ ആണ്, നമ്മൾ പിന്നെ നോക്കി നിൽക്കാൻ സമയമില്ല, അവിടെ നിന്നാൽ നമ്മുടെ ലൈഫ് എന്തായാലും റിസ്ക് ആയിരിക്കും. സോ റെഡ് അലേർട്ട് ഇഷ്യൂ ചെയ്യുമ്പോഴത്തേനും നമ്മൾ എന്തായിരിക്കും, ആക്ഷൻ എടുക്കും. ഓക്കെ, ഇനി ഇതിന്റെ വേറൊരു കോണ്ടെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ അലേർട്ട് സിസ്റ്റം IMD പബ്ലിഷ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി അടുത്ത കോണ്ടെക്സ്റ്റിൽ ഈ വയനാട് ദുരന്തത്തെ നമുക്ക് വീക്ഷിക്കാം. വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പേർട്ട് പാനൽ, ആ ഒരു കൺസെപ്റ്റ് നോക്കാം. നമുക്കറിയാം ഈ പ്രദേശമൊക്കെ എന്താണ്, ഒരു പശ്ചിമ മലനിരകളുടെ ഭാഗമാണ്, വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമാണ്. അപ്പം ഇത് GS3 കൺസർവേഷനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ്. അവിടെ ഒരു ന്യൂസും കൂടെ ഉണ്ടായിരുന്നു. ആഫ്റ്റർ വയനാട് ഡിസാസ്റ്റർ ഗവൺമെന്റ് റീഇഷ്യൂസ് ഡ്രാഫ്റ്റ് ഗഡ്സ് നോട്ടിഫിക്കേഷൻ. വയനാട് ദുരന്തം കഴിഞ്ഞപ്പോൾ എന്താ, ഗവൺമെന്റ് റീഇഷ്യൂ ചെയ്തു ഗഡ്സ് നോട്ടിഫിക്കേഷൻ ഡ്രാഫ്റ്റ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സോ in the aftermath of devastating landslide at Wayanad in Kerala, the union government has reissued for the sixth time in a decade a draft notification classifying parts of Western Ghats in 6 states are ecologically sensitive areas. ഇത് ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രാഫ്റ്റ് ജൂലൈ 2022 റിലീസ് ചെയ്തിരുന്നു.
ഇതിന്റെയൊക്കെ തുടക്കം എന്ന് പറഞ്ഞാൽ 2014 കേട്ടോ. ആ 14 ഇതുപോലൊരു ഡ്രാഫ്റ്റ് റിലീസ് ചെയ്തിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്, അപ്ഡേറ്റഡ് ആയിട്ടാണ് ജൂലൈ 2022 ഒരു ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തു. ഇതിനകത്ത് പശ്ചിമഘട്ട മലനിരകളിലെ 6ഓളം സ്റ്റേറ്റുകളിലാണ് പടർന്നു കിടക്കുന്നതെന്ന് നമുക്കറിയാം. ആ സ്റ്റേറ്റ് ഏതാണെന്ന് നമുക്ക് പറയാം. ആ പ്രദേശങ്ങളിൽ, ഈ പറയുന്ന പ്രദേശങ്ങൾ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് ആണ്. അവിടെ ക്വാറിങ്, മൈനിങ്, പിന്നെ അതുപോലെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കാര്യങ്ങളൊന്നും പാടില്ല. അങ്ങനത്തെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റൂളിംഗ് ആയിരുന്നു ഈ 2022 ജൂലൈയിൽ ഇഷ്യൂ ചെയ്ത ഈ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം വയനാട് പറയുവാണെങ്കിൽ 13 വില്ലേജസ് ഏകദേശം വയനാട്ടിലെ 3 താലൂക്കുകളിലായിട്ട് മാനന്തവാടി, സുൽത്താൻ ബത്തേരി, വൈത്തിരി ഈ ഭാഗങ്ങളിലൊക്കെ എക്കോളജിക്കൽ സെൻസിറ്റീവ് സോണിന്റെ ഭാഗമായി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഇപ്പം ഉണ്ടായിരിക്കുന്ന ഈ ഏരിയ തന്നെ, ഈ ദുരന്തം ഉണ്ടായ ആ ഏരിയസിനെ എല്ലാം എന്തായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്? എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ. പറയുകയാണെങ്കിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റിലുണ്ട് അങ്ങനത്തെ ഏരിയാസ്, കോട്ടയം ഡിസ്ട്രിക്റ്റിലുണ്ട്, ഈ കൂട്ടിക്കൽ പോലുള്ള ഏരിയാസ്, അതൊക്കെ എന്താണ് എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയാസ് ആയിട്ട് ആ ടൈമിൽ റിപ്പോർട്ട്സിൽ വന്നിരുന്നതാണ് ആ റൂളിംഗിൽ 2022. സോ നമ്മൾ പറഞ്ഞു 6 സ്റ്റേറ്റുകളിലായിട്ട്, ഈ 6 സ്റ്റേറ്റുകളിൽ എന്താണ് പല എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദ ഡൊമിനന്റ് സെന്റിമെന്റ് ഇൻ കേരള വാസ് ദാറ്റ്, കേരളത്തിൽ ഉണ്ടായ പ്രശ്നമാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനിൽ ആ സ്ഥലങ്ങൾ വരുമ്പോൾ അവിടെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ കുറച്ച് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്ലാന്റ്സ് ഒക്കെ കട്ടയിൽ ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ വുഡ് സബ്സ്യൂം അഗ്രികൾച്ചർ പ്ലാന്റേഷൻസ്, നമുക്ക് ഒത്തിരി കൺസ്ട്രക്ഷൻസും കാര്യങ്ങൾക്കൊക്കെ കുറെ ലിമിറ്റേഷൻസ് വരും. ഭൂമിക്ക് മാറ്റങ്ങൾ വരുത്താനുള്ള നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് നമ്മുടെ മേൽ ചുമത്തും. ആൻഡ് വുഡ് ലീഡ് ടു എ മൈഗ്രേഷൻ ക്രൈസിസ് ഗിവൺ ദ സ്റ്റേറ്റ്സ് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ പറയുക നാളെ വീട് വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ കുറച്ചധികം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരിക. അപ്പൊ എന്ത് സംഭവിക്കും? ആ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കേണ്ടതും വരും. ഇതൊക്കെ കൊണ്ട് തന്നെ കേരളത്തിൽ കുറെ അധികം പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ആ സമയത്ത് ഉണ്ടായി. ഈ എക്കോ സെൻസിറ്റീവ് സോൺസിനെ തരംതിരിച്ച ആ ഒരു ഡ്രാഫ്റ്റ് വന്ന സമയത്ത്. ഇപ്പോഴത്തെ ഈ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു ഇതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട് മാറ്റം വരുത്തിയിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് റീഇഷ്യൂയിങ് ഇറ്റ്. അതായത് ഈ ഡ്രാഫ്റ്റ് 2022 ഇറങ്ങിയപ്പോൾ 60 ദിവസം ജനങ്ങളുടെ കമന്റ്സിനായിട്ട് ഓപ്പൺ ചെയ്തു കൊടുത്തു. ജനങ്ങൾ എന്തൊക്കെയാണ് നിർദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് ജനങ്ങളുടെ ഭാഗത്ത് സജഷൻസ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി അറിയാൻ വേണ്ടി ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ എ ഡ്രാഫ്റ്റ് ഈസ് വാലിഡ് ഫോർ 725 days. 725 ദിവസമായിരുന്നു ആ ഡ്രാഫ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് എൻഡഡ് ഓൺ ദ 31st July 2024. അപ്പൊ ഗവൺമെന്റ് പറയുന്നത് ഇത് കോയിൻസിഡൻസ് ആണ്, അല്ലാതെ വയനാട് ഇങ്ങനെ ഒരു ട്രാജഡി ഉണ്ടായതുകൊണ്ടല്ല ഞങ്ങൾ ഇത് റീഇഷ്യൂ ചെയ്യുന്നത്. ഓൾറെഡി അവർ അത് റീഇഷ്യൂ ചെയ്യാനിരിക്കുമായിരുന്നു. ജൂലൈ 31 അതിന്റെ കാലാവധി കഴിയും. സോ നീഡ് ടു ബി റീഇഷ്യൂഡ് എന്നായിരുന്നു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്ന സ്റ്റേറ്റ്മെന്റ്. അതുപോലെ ഇപ്പം വന്നിരിക്കുന്ന ഈ ഡ്രാഫ്റ്റും 60 ദിവസത്തേന് പബ്ലിക് ഒപ്പീനിയൻ തേടാണ്, അല്ലെങ്കിൽ ഓപ്പൺ ടു കമന്റ്സ് എന്നാണ് പറഞ്ഞത്. അപ്പം പബ്ലിക് കൺസൾട്ടേഷൻ ആയിട്ട് ഇട്ടിട്ടുണ്ട്. സോ ആളുകളുടെ എല്ലാം പബ്ലിക്കിന്റെ, കാരണം എന്തുകൊണ്ടാണ് നേരത്തെ ഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇട്ടാൽ 60 ദിവസം ഈ പീരീഡ് കഴിയുമ്പോൾ, ആഫ്റ്റർ ദാറ്റ് പീരീഡ് 60 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെന്തായി മാറുമായിരുന്നു? ഒരു ലോ ആയിട്ട് മാറുമായിരുന്നു. ഇപ്പൊ പബ്ലിക്കിന്റെ സിവിയർ ആയിട്ടുള്ള ബാക്ക്ലാഷും കാര്യങ്ങളും ഉണ്ടാകുമായിരുന്നു. സോ ഇപ്പോഴെന്താ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു പ്രാക്ടീസിൽ നിന്ന് ഗവൺമെന്റ് റിഫ്രൈൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ പിൻവാങ്ങിയിട്ട് ഈ 60 ദിവസത്തെ പബ്ലിക് കൺസൾട്ടേഷൻ ഗവൺമെന്റ് എടുക്കും. എന്താണ് ജനങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ മനസ്സിലാക്കിയിട്ട് ബാക്കി തീരുമാനങ്ങൾ എടുക്കും. സോ നമുക്ക് ഇതിൽ നോക്കാം ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിൽ തുടങ്ങി കേരളം വരെ ഏകദേശം 6 സ്റ്റേറ്റുകളിലായിട്ട് 1,64,280 സ്ക്വയർ കിലോമീറ്ററിലാണ് വെസ്റ്റേൺ ഗട്ട്സ് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിൽ തുടങ്ങി ഗുജറാത്ത്, മഹാരാഷ്ട്ര, പിന്നെ അതുപോലെ ഗോവ, താഴോട്ട് വരുമ്പോൾ കർണാടകയിലെ ഈ കുതിരമുഖ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് മൈൻസും കാര്യങ്ങളൊക്കെയാണ് അവിടെയുള്ള മൈൻസ്. അപ്പം കുതിരമുഖ് ഏരിയ ഉണ്ട്. തമിഴ്നാട്ടിൽ വന്നിട്ട് ഈ ഊട്ടി ഏരിയ ഉണ്ട്. പിന്നെ മൂന്നാർ പോലുള്ള
കേരളത്തിലെ ഏരിയാസ്. ഇതൊക്കെ എന്താണ് വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗം. അങ്ങനെ 6 സംസ്ഥാനങ്ങളുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, താഴോട്ട് വരുമ്പം ഗോവ, പിന്നെ കർണാടക, തമിഴ്നാട്, കേരളം. ഓക്കെ, ഈ 6 സംസ്ഥാനങ്ങളിലായിട്ടാണ് വെസ്റ്റേൺ ഗട്ട്സ്. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം ഈ കമ്മിറ്റി വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജി എക്സ്പെർട്ട് പാനൽ അതിനകത്ത് ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ആരായിരുന്നു? എക്കോളജിസ്റ്റ് ആയിട്ടുള്ള മാധവ് ഗാഡ്ഗിലായിരുന്നു. എന്തിനാ മാധവ് ഗാഡ്ഗിലിനെ അപ്പോയിന്റ് ചെയ്തു? ടു എക്സാമിൻ ദ ഡിഗ്രി ഓഫ് പ്രൊട്ടക്ഷൻ നീഡഡ് ഇൻ വെസ്റ്റേൺ ഗട്ട്സ് റെക്കമെൻഡഡ് ഇൻ 2011 റെക്കമെൻഡ് ചെയ്തത്. സ്പാനിങ് 1,29,000 square kilometer declared as ecologically sensitive. Following consultations with residents, industrialists, and officials, the panel recommended the creation of 3 broad zones. അങ്ങനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്നാമത്തെ സോൺ ESA 1, സെക്കൻഡ് എക്കോ സെൻസിറ്റീവ് ഏരിയ 2, തേർഡ് എക്കോ സെൻസിറ്റീവ് ഏരിയ 3. അങ്ങനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ആദ്യത്തെ 2 എക്കോ സെൻസിറ്റീവ് സോൺ ഏരിയ അല്ലെങ്കിൽ എക്കോ സെൻസിറ്റീവ് ഏരിയ 1, എക്കോ സെൻസിറ്റീവ് ഏരിയ 2, ഈ 2 എന്താ പ്രത്യേകത? സ്ട്രിക്റ്റഡ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ആയിരിക്കും എക്കണോമിക് ആക്ടിവിറ്റിയിൽ. അപ്പം ESA 1-ലും ESA 2-ലും വരുന്ന ഡിസ്ട്രിക്ട്സ് അല്ലെങ്കിൽ താലൂക്ക് അല്ലെങ്കിൽ ആ ഒരു വില്ലേജിലൊക്കെ എന്തായിരിക്കും? കൂടുതൽ സ്ട്രിക്റ്റർ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ആയിരിക്കും എക്കണോമിക് ആക്ടിവിറ്റി. With the states unwilling to accept the recommendations, a second committee led by former ISRO chairman K. Kasturirangan reconvened the exercise and halved the ഏരിയ ഓഫ് പ്രൊട്ടക്റ്റഡ് റീജിയൻസ്. അപ്പൊ കെ കസ്തൂരിരംഗൻ അത് കഴിഞ്ഞപ്പോ മാധവ് ഗാഡ്ഗിലിന്റെ ഈ റിപ്പോർട്ട് വന്നപ്പോഴത്തേന് പല സ്റ്റേറ്റിങ്ങും അൺവില്ലിംഗ് ആയിരുന്നു അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ റെക്കമെൻഡേഷൻസ്. കാരണം എന്നാ, ജനങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ഡാമുകൾ പോലുള്ള ഹൈഡ്രോ പ്രോജക്ട്സ് ഒന്നും പറ്റത്തില്ല, കാരണം എക്കോ സെൻസിറ്റീവ് സോണാണ്. ഒരു പുതിയ ഡാം ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ആ സോണിൽ പറ്റത്തെ എന്നൊക്കെ നമുക്കറിയാം. കുറെ പ്രൊട്ടസ്റ്റുകളുണ്ട്. സോ ഇത് പഠിക്കാൻ വേണ്ടി ഒരു സെക്കൻഡ് കമ്മിറ്റിയെ നമ്മൾ എന്ത് രൂപീകരിച്ചു? കെ കസ്തൂരിരംഗൻ കമ്മിറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അതായിരുന്നു പുതിയൊരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. അത് റീകൺവീൻ ചെയ്തു ഇതേ എക്സസൈസ്, പഠിച്ചു ഇതിനെ കുറിച്ച്. എന്നിട്ട് എന്നാ പറ്റി? ഹാവ് ദ ഏരിയ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ്. അപ്പൊ പ്രൊട്ടക്റ്റഡ് റീജിയൻ പകുതിയാക്കി. ആദ്യം പഠിച്ചത് ഇപ്പം 100 ആയിരുന്നെങ്കിൽ 100 ഏരിയാസ് ആയിരുന്നു പ്രൊട്ടക്റ്റഡ് എങ്കിൽ, ഇതിപ്പോ എന്തായി? 50 മാറി. അല്ലെങ്കിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ, കൃത്യമായ കണക്കല്ല ഞാൻ പറഞ്ഞത് ഒരു എക്സാമ്പിൾ പറഞ്ഞ. ആദ്യം ഉണ്ടായിരുന്നതിന്റെ എന്തായി? പകുതിയായി ഇപ്പോഴത്തെ പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് റീജിയൻ എന്ന് പറയുന്നത് കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ഉണ്ട്. ദ കമ്മിറ്റി ഓൾസോ ഇൻവൈറ്റഡ് സ്റ്റേറ്റ്സ് ടു ഡ്രോ അപ്പ് ദെയർ ഓൺ ESS. കമ്മിറ്റി എന്താ റെക്കമെൻഡ് ചെയ്ത്? ഇൻവൈറ്റ് ചെയ്ത് സ്റ്റേറ്റ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളുടേതായ എക്കോ സെൻസിറ്റീവ് ഏരിയാസ് നിങ്ങൾ തന്നെ ഡ്രോ അപ്പ് ചെയ്തു. കേരളയായിരുന്നു ആദ്യമായിട്ട് അത് ഡ്രോ ചെയ്ത സംസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ ഒത്തിരി മീറ്റിംഗ്സ് സെൻട്രലും സ്റ്റേറ്റ്സും ആയിട്ട് നടന്നു. ഇറ്റ് ഹാസ് ബീൻ എ ചാലഞ്ച് ടു അറൈവ് അറ്റ് എ കോൺസെൻസസ്. നമുക്കൊരു ഒരു കോൺസെൻസസിൽ എത്താൻ പറ്റിയില്ല എക്കോ സെൻസിറ്റീവ് ഏരിയയുടെ കാര്യത്തിൽ. വെസ്റ്റേൺ ഗട്ട്സിനകത്ത് എക്കോ സെൻസിറ്റീവ് ഏരിയയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആ സമയത്തും എന്തായിരുന്നു? ഒരു ചാലഞ്ചിങ് ആയിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും ഈ കേസിൽ? A separate panel has been formed to examine the concerns of the state, and it was expected that a final notification would follow upon the recommendation of this committee. ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പാനലിനെ നമ്മൾ എന്ത് ചെയ്തു? രൂപീകരിച്ചിട്ട് ഇതിന്റെ കൺസേൺസ്, സ്റ്റേറ്റ് പറയുന്ന കൺസേൺസും എല്ലാം അഡ്രസ് ചെയ്യാനും പിന്നെ അതുപോലെ ഫൈനൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാനും നമ്മൾ തീരുമാനിച്ചു. അപ്പം ഈ കമ്മിറ്റി എന്താ ചെയ്യാൻ പോകുന്നത്? ഈ സമയത്തുണ്ടായിരുന്ന ഡിസ്ക്രിപ്റ്റൻസിയും അതുപോലെ ഇൻഫർമേഷൻ ഗ്യാപ്പുകളൊക്കെ ആ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനകത്ത് പഠിച്ചിട്ട് അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്തും. ജൂലൈ 22-നായിരുന്നു അത്. On the correct names and areas of villages to be included in the ecologically sensitive area. അപ്പം ശരിയായ പേരല്ല, ആ സമയത്ത് പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്ന അതായിരുന്നു. കറക്റ്റ് നെയിം അല്ല, അല്ലെങ്കിൽ ഏരിയാസ് ഓഫ് വില്ലേജസ് ഒന്നും കൃത്യമായിട്ടല്ല അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് വന്ന ഡിസ്ക്രിപ്റ്റൻസി ആയിട്ട് ചൂണ്ടിക്കാട്ടി. The committee is also examining the suggestions received from the states. This panel, constituted in 2022, is mandated to balance conservation aspects of the disaster-prone pristine ecosystem and the rights, privileges, needs, and developmental aspirations of the region, but is yet to submit its report. ഇനിയും എന്താണ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ.
ഓക്കെ, ഇനി അടുത്ത ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഈ വയനാട് ദുരന്തത്തെ കാണാം. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഒരു ഇന്റർഫിയറൻസ് ഉണ്ടായിട്ടുണ്ട്. NGT എന്താണ് പറഞ്ഞിരിക്കുന്നത്? കേരളത്തിനും തമിഴ്നാട്ടിലും എന്താണ് ഒരു സിയോമോട്ടോ കേസ് എടുത്തിട്ടുണ്ട് നമ്മുടെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. ഇതൊരു പ്രിലിംസ് ആംഗിളിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനകത്ത് എന്താ പ്രഥമ ദൃഷ്ടി അല്ലെങ്കിൽ സിയോമോട്ടോ ആയിട്ട് കേസ് എടുക്കാനുള്ള പവർ ആർക്കുണ്ട്? നമ്മുടെ NGTക്ക്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിനുണ്ട്. അതിന്റെ സദേൺ ബെഞ്ചാണ് എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് ഇതിനകത്ത് ന്യൂസ് വായിച്ചറിയാം. ചെന്നൈയിലാണ് സദേൺ ബെഞ്ച് സ്ഥിതി ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ് NGT എന്ന് നോക്കാം ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ. ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ബോഡി സെറ്റപ്പ് അണ്ടർ ദ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട്. നമുക്ക് ഒരു പ്രിലിംസ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്, എന്താണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അല്ലെങ്കിൽ നാഷണൽ ട്രിബ്യൂണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഇന്ന ഒരു ആക്ട് പ്രകാരമാണ് ഫോം ചെയ്തേക്കുന്നത്, ശരിയാണോ തെറ്റാണോ, ആ രീതിക്ക് ഒരു ചോദ്യം സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാമോ NGT ആക്ട് 2010 വഴിയാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? എഫക്റ്റീവ് ആൻഡ് എക്സ്പെഡീഷ്യസ് ഡിസ്പോസൽ ഓഫ് കേസസ് റിലേറ്റിംഗ് ടു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് അതർ നാച്ചുറൽ റിസോഴ്സസ്. With the establishment of the NGT, India became the third country in the world to set up a specialized environmental tribunal, only after Australia and New Zealand. അപ്പോൾ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിന്റെ ട്രിബ്യൂണൽ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന പേരിൽ തുടങ്ങിയത് ആരാണ്? ഇന്ത്യയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രി ആണ് ഇങ്ങനെ ഒരു ട്രിബ്യൂണൽ തുടങ്ങാൻ ഇനിഷ്യേറ്റീവ് എടുത്ത ഫസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രിയും കൂടിയാണ് ആര്? ഇന്ത്യ എന്ന്. NGT is mandated to make disposal of applications or appeals finally within 6 months of filing of the same. അപ്പൊ എന്താണ്? ഒരു കേസ് തുടങ്ങി 6 മാസത്തിനുള്ളിൽ ആ കേസ് ഡിസ്പോസ് ചെയ്യണം. 5 സ്ഥലത്താണ് സിറ്റിംഗ്സ് നടക്കുന്നത്. ന്യൂഡൽഹിയാണ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് സിറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഭോപ്പാൽ, മധ്യപ്രദേശിലുള്ള ഭോപ്പാൽ അറിയാം. പിന്നെ അതുപോലെ പൂനെ, മുംബൈയിലോട്ട് വന്നാൽ പൂനെ, ഈസ്റ്റേൺ സൈഡിലേക്ക് പോയാൽ കൊൽക്കത്ത, പിന്നെ താഴെ സദേൺ ഏരിയയിലേക്ക് വന്നാൽ എവിടെയാണ്? ചെന്നൈ. ഇങ്ങനെ 4 നാലിടത്ത് ടോട്ടൽ 5 ന്യൂഡൽഹിയും കൂടെ കൂട്ടി 5 പ്ലേസസ് ഓഫ് സിറ്റിംഗ്സ് ഉള്ളത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, GS2 നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്നു. SC അപ്ഹോൾഡ്സ്, അതായത് സുപ്രീം കോർട്ട് അപ്ഹോൾഡ്സ് വാലിഡിറ്റി ഓഫ് തമിഴ്നാട് കോട്ട ലോ. നമുക്കറിയാം അടുത്തിടയ്ക്ക് ന്യൂസ് വരുന്നുണ്ടായിരുന്നു, സബ് കാറ്റഗറൈസേഷൻ വിത്തിൻ എ ക്ലാസ്, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് പോലുള്ള കമ്മ്യൂണിറ്റീസിൽ എന്താണ് നമ്മൾ സബ് കാറ്റഗറൈസേഷൻ കൊണ്ടുവരുന്നതിനെ പറ്റി കുറെ നാളായിട്ട് ഡിബേറ്റ്സ് ഉണ്ട്. സബ് കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ ഇപ്പൊ നമുക്കറിയാം OBCക്കകത്തൊക്കെ ഉണ്ട്, എന്തുണ്ട്? നോൺ ക്രീമി ലെയറും ക്രീമി ലെയറും ഉണ്ട്. അപ്പൊ റിസർവേഷൻ ഒക്കെ കിട്ടുന്ന ആർക്കായിരിക്കും? കൂടുതൽ നോൺ ക്രീമി ലെയറിൽ പെട്ട ആളുകൾക്കായിരിക്കും. കാരണം ക്രീമി ലെയറിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ക്രീമി ലെയറിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത്യാവശ്യം വെൽ ഓഫ് ആയിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും. അവരല്ലെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളൊക്കെ അവർ ഇപ്പം ഓക്കെ ആയിട്ട് കാണും. അവർക്ക് ആ റിസർവേഷനിലൂടെ തന്നെ ആയിരിക്കും അവർ അത് അറ്റൈൻ ചെയ്ത് ആയി കാണും. സോ അവരെ നമ്മൾ മാറ്റിയിട്ട് ഈ കിട്ടാനുള്ള ആളുകളുണ്ട്, താഴെ എക്കണോമിക്കലി ഒക്കെ ബാക്ക്വേർഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ, അവരെ സെലക്റ്റീവ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ് എന്ത് നമ്മൾ ക്രീമി ലെയർ എന്ന കാര്യമൊക്കെ പറയുന്നത്. അപ്പം ഇതുപോലെ തന്നെ സബ് കാറ്റഗറൈസ് ചെയ്യുകയായിരുന്നു ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ ഒരു സബ് കാറ്റഗറൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടി തമിഴ്നാട് ശ്രമിച്ചിട്ടുണ്ട്. സോ സുപ്രീം കോർട്ട് എന്താണ് അതിന്റെ വാലിഡിറ്റി അപ്ഹോൾഡ് ചെയ്യുക, അത് ശരിയാണെന്നാണ് അത് അല്ലെങ്കിൽ നല്ല കാര്യമാണെന്നാണ് സുപ്രീം കോർട്ട് പറഞ്ഞത്. സബ് കാറ്റഗറൈസേഷൻ വിത്തിൻ എ ക്ലാസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റിക്വയർമെന്റ് ടു സെക്യൂർ സബ്സ്റ്റാൻറ്റീവ് ഇക്വാളിറ്റി. സുപ്രീം കോർട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സബ് കാറ്റഗറൈസേഷൻ വിത്തിൻ എ ക്ലാസ്, ഒരു ക്ലാസ്സിനിടയിൽ സബ് കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള റിക്വയർമെന്റ് ആണ്. അത് സബ്സ്റ്റാൻറ്റീവ് ഈക്വാളിറ്റി സെക്യൂർ ചെയ്യാൻ സഹായിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ സബ്സ്റ്റാൻറ്റീവ് ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. ഇതൊരു കോൺസെപ്റ്റ് ആണ്. എന്താണ് ഇതിനകത്ത് കൂടുതൽ ഈക്വാളിറ്റി അല്ല നോക്കുന്നത്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇക്വിറ്റബിൾ ഔട്ട്കംസ് ആണ്. നമുക്കറിയാം നമ്മൾ റിസർവേഷൻ ഒക്കെ കൊണ്ടുവരുന്നതിന്റെ മെയിൻ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വാളിറ്റി അല്ല, അവിടെ ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്. അതായത് ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ തരത്തിൽ ഒരു കാര്യം ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഇക്വാളിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അവനവന്റെ ആവശ്യത്തിനനുസരിച്ച് അവനെ ഉയർത്തിക്കൊണ്ടുവരിക. ഇപ്പം ഭയങ്കര താഴ്ന്നു കിടക്കുന്ന ആളാണെങ്കിൽ അവനെ നമ്മൾ നന്നായിട്ട് പുഷ് ചെയ്ത് കയറ്റിക്കൊണ്ടുപോകണം. പക്ഷെ ഇച്ചിരി ഉയർന്ന സ്ഥാനമുള്ളവനെയാണെങ്കിൽ അവനെ ഇച്ചിരി ഒന്ന് ഇത് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, അവൻ കയറിക്കോളും.
പക്ഷെ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അവനവന്റെ ആവശ്യം മനസ്സിലാക്കി അവനെ സപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ആ ഒരു ഫോം ഓഫ് ഇക്വാളിറ്റിയാണ് നമ്മൾ ഇവിടെ സബ്സ്റ്റാൻറ്റീവ് ഇക്വാളിറ്റി എന്ന കോൺസെപ്റ്റ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഡിസ്അഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കും? ഒരു എക്സ്ട്രാ പുഷ് കൊടുക്കും, അല്ലെങ്കിൽ അവർക്കൊരു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ തമിഴ്നാട് ഗവൺമെന്റ് എന്താ ചെയ്തത്? ഡിസൈഡഡ് ടു ഇംപ്ലിമെന്റ് ദ 3% ഇന്റേണൽ റിസർവേഷൻ. അതായത് റിസർവേഷൻ ഉണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിക്ക്. അവിടെ ഏകദേശം 18% ഷെഡ്യൂൾഡ് കാസ്റ്റ് കോട്ട എന്ന് പറയുന്നത്, 18% 2008. അപ്പം അതിനകത്ത് എന്താ, ആ 18%-ത്തിനകത്ത് ഒരു 3% എന്താക്കി? ഇന്റേണൽ റിസർവേഷൻ ആക്കി. ഇംപ്ലിമെന്റ് ദ 3% ഇന്റേണൽ റിസർവേഷൻ. അതായത് 18%, ഇത്ര ശതമാനം നമ്മൾ മാറ്റി വെച്ചു. ആ കിട്ടുന്ന ശതമാനത്തിനകത്ത് അതിന്റെ എന്താണ് 3% ഇന്റേണലി നമ്മൾ അരുൺ തത്തിയാർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു കാസ്റ്റ് ഉണ്ട്. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിനകത്ത് പെടുന്ന ഒരു വേറൊരു വിഭാഗം, ഒരു സബ് കാസ്റ്റ് എന്ന് പറയും. അപ്പൊ അതിനകത്ത് വരുന്ന ആ അരുൺ തത്തിയാർ എന്ന് പറയുന്ന ആ കാസ്റ്റ് വിഭാഗത്തിന് ഒരു 3% ഇന്റേണൽ റിസർവേഷൻ കൊടുത്തു. എന്താ, ഒരു കമ്മിറ്റിയുടെ ഒക്കെ പേര് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഒരു ഫോർമർ ജഡ്ജ് ആയിട്ടുള്ള MS ജനാർദ്ദനം എന്ന് പറയുന്ന ആളാണ് അന്ന് ആ റെക്കമെൻഡേഷൻ കൊടുത്തത്. ആ കമ്മിറ്റിയാണ് ആ റെക്കമെൻഡേഷൻ കൊടുത്തത്. ഇങ്ങനെ ഒരു സബ് കാറ്റഗറൈസേഷൻ കൊണ്ടുവരണം, ഇങ്ങനെ ഒരു ഇന്റേണൽ റിസർവേഷൻ കൊടുക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. കൺസിഡറിംഗ് ദ അരുൺ തത്തിയാസ് സോഷ്യൽ, എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ബാക്ക്വേർഡ്നെസ് എമംഗ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിനിടയിൽ തന്നെ അവരെന്താണ്? ബാക്ക്വേർഡ്. അതായത് അവിടെ തന്നെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ അവരാണ് അതിനകത്തെ ഏറ്റവും ബാക്ക്വേർഡ്. അപ്പൊ അവർക്ക് എന്താണ്? അവർക്കൊരു 3% ഇന്റേണൽ റിസർവേഷൻ കൊടുക്കാൻ തമിഴ്നാട് ഗവൺമെന്റ് തീരുമാനിച്ചു. ഇതുമായിട്ട് നമുക്ക് ചേർത്ത് വായിക്കാം, സുപ്രീം കോടതിന്റെ ജഡ്ജ്മെന്റുമായിട്ട് നമുക്ക് ചേർത്ത് വായിക്കാം. സുപ്രീം കോർട്ട് ജസ്റ്റിസസ് also stated that appropriate evidence must be provided for granting internal reservations, which we welcome. അതായത് ഇന്റേണൽ റിസർവേഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? അതിന് വേണ്ട സപ്പോർട്ടിംഗ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എവിഡൻസ് പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ, ഇപ്പൊ നമുക്കറിയാം OBC-യിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? OBC-യിൽ ആളുകൾക്ക് റിസർവേഷൻ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇനിയിപ്പം ഇതുപോലെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവിഡൻസ് കൊടുത്താൽ മാത്രമേ ആ ഇന്റേണൽ റിസർവേഷൻ കിട്ടുള്ളൂ. ഓക്കെ, however, it is shocking that some judges have expressed the view that a creamy layer income limit should be introduced for the ഷെഡ്യൂൾഡ് കാസ്റ്റ് കാറ്റഗറി. അപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ് കാറ്റഗറിയിൽ ഒരു ക്രീമി ലെയർ കൊണ്ടുവരണമെന്നാണ് ചില ജഡ്ജസ് ഒക്കെ അവിടെ വാദിക്കുന്നത്. ആൻഡ് ദാറ്റ് if someone has already advanced under reservation in the first generation, they should not be granted reservation benefits. അതായത് ഫസ്റ്റ് ജനറേഷൻ, അതായത് ഇപ്പം ഒരാളുടെ പേരൻസിനാ കിട്ടുന്നത്, അവരെ ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആളുകൾക്ക് കിട്ടുന്നു. അപ്പൊ അവർ ഉയർന്നു സമൂഹത്തിൽ, അവർക്ക് ആ റിസർവേഷൻ അവർ ബെനിഫിറ്റ് ആയിട്ട് ഉപയോഗിച്ചു, ബെനിഫിഷ്യൽ ആയിട്ട് അവർ ഉപയോഗിച്ചു, അവരങ്ങനെ ലൈഫിൽ അഡ്വാൻസ്ഡ് ആയി. അങ്ങനെയുള്ളവർക്ക് പിന്നീട് റിസർവേഷൻ ബെനിഫിറ്റ്സ് ഒന്നും ഗ്രാൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ് ഒരു വിഭാഗം ജഡ്ജസിന്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് കാര്യം അവർ സജസ്റ്റ് ചെയ്യുന്ന എന്താണ്? സുപ്രീം കോർട്ട് എന്താ പറഞ്ഞത്? ഇന്റേണൽ റിസർവേഷൻ ഗ്രാൻഡ് ചെയ്യണമെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എവിഡൻസ് വേണം. അപ്പം ചില ജഡ്ജസിന്റെ ഒരു ഒപ്പീനിയൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്തതാണ് ക്രിമിലെയർ കൊണ്ടുവരണം, ഇൻകം ലിമിറ്റ് കൊണ്ടുവരണം ഷെഡ്യൂൾഡ് കാസ്റ്റ് കാറ്റഗറിക്ക് ഇടയിൽ. പിന്നെ അതുപോലെ തന്നെ if someone has already advanced under reservation in the first generation, they should not be granted reservation benefits. Okay, മനസ്സിലായെന്ന് വിശ്വസിക്കും. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ഒപ്പീനിയൻസ് ആളുകളുടെ. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒന്ന് എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേക്കാം. ഓക്കെ, നമുക്കൊരു പ്രിലിംസ് ക്വസ്റ്റ്യനും കൂടെ പഠിച്ചിട്ട് ഇന്നത്തെ സെഷൻ നോക്കാം. ഞാനിവിടെ ഒരു ഇന്നത്തെ ന്യൂസിൽ നിന്ന് തന്നെ, ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ന്യൂസ് ഉണ്ടായിരുന്നു. ഒരു കേരള പേജ്, റീജിയണൽ പേജിനകത്താവും. സ്റ്റിൽ ഇതൊരു നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ന്യൂസും കൂടെയാണ്. അപ്പം എന്താണ് ഇതിന്റെ ആൻസർ, എന്താണ് ആ ചോദ്യം എന്ന് നമുക്ക് നോക്കാം. വാട്ട് ആർ സോളാർ പ്രൊസ്യൂമേഴ്സ്? സോളാർ പ്രൊസ്യൂമേഴ്സ് എന്താണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എ, ടൈപ്പ് ഓഫ് solar panels used in power generation. B, consumers who generate and consume energy from solar sources. C,
solar winds that causes tremors, D, processes involving in solar eclipses. ഇതിന്റെ ആൻസർ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് അപ്പൊ നമുക്ക് ഈ ടൈപ്പ് ചെയ്യുന്ന കൂടെ തന്നെ ഈ സോളാർ പ്രൊസ്യൂമേഴ്സ് എന്തുകൊണ്ടാണ് ന്യൂസിൽ വന്നതെന്നും കൂടെ നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്കുള്ള അറിവുകൾ ബാക്കിയുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇന്നത്തെ DNA അവസാനിക്കുന്നു. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.